എല്ലാവർക്കും നമസ്കാരം. മുത്തശ്ശി കഥകളിൽ കഴിഞ്ഞ തവണ കടമറ്റത്ത് കത്തനാരെ പറ്റിയാണ് പറയാൻ തുടങ്ങിയത്. കൊച്ചു പൗലോസ് എന്ന ബാല്യത്തിൽ അറിയപ്പെട്ടിരുന്ന ആളാണ് കടമറ്റത്ത് കത്തനാർ. കൊച്ചു പൗലോസ് ഒരു ദിവസം പശുക്കളെ അന്വേഷിച്ച് രാത്രിയിൽ വഴിതെറ്റി മലയരയന്മാരുടെ ഗുഹയിൽ പെട്ടു. അവർ പിന്നീട് അവനെ പുറത്തു പോകാൻ അനുവദിച്ചില്ല. അവിടുത്തെ ആ നേതാവ് അവന് ഇന്ദ്രജാലവും മാന്ത്രിക വിദ്യയും മറ്റും പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ രക്ഷപ്പെടാൻ പറ്റും എന്നൊരു പൂർണ്ണ വിശ്വാസത്തോടെ അവിടെ നിൽക്കാം എന്ന് വിചാരിച്ച് സമ്മതം മൂളി. അതിന് സമ്മതിച്ചില്ലെങ്കിൽ അവനെ കൊന്നു തിന്നും എന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാം സഹിച്ച് കൊച്ചു പൗലോസ് ആ വൃത്തിഹീനന്മാരായ അവരുടെ ഇടയിൽ 12 വർഷം കഴിഞ്ഞുകൂടി എന്നാണ്. ഒരു വ്യാഴവട്ടം എന്ന് നമ്മൾ പറയും. ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ 12 കൊല്ലം. വ്യാഴഗ്രഹത്തിന് ഒരു തവണ സൂര്യന് വലം വയ്ക്കാനുള്ള സമയമാണ് 12 വർഷം. അതിനാണ് നമ്മൾ ഒരു വ്യാഴവട്ടം എന്ന് പറയും 12 വർഷം കഴിയുമ്പോൾ. നമുക്ക് കൊച്ചു പൗലോസിൻ്റെ ബാക്കി കഥകൾ നോക്കാം. അത്രയും ഈ 12 കൊല്ലക്കാലം കൊണ്ട് ആ മലയരയൻ പഠിപ്പിച്ചു കൊടുത്ത വിദ്യകൾ മുഴുവനും ഈ കൊച്ചു പൗലോസ് പഠിച്ചു. അതിബുദ്ധിമാനായിരുന്നു കൊച്ചു പൗലോസ്. അത് പറഞ്ഞു കൊടുത്തത് അക്ഷരം പ്രതി ബൈഹാർട്ടാക്കി. ഇത്രയും കഴിഞ്ഞപ്പോഴേക്ക് കൊച്ചു പൗലോസിന് ആ പറഞ്ഞു കൊടുത്ത ആ മലയരയന്മാരുടെ നേതാവിനോടൊരു ബഹുമാനവും സ്നേഹവും ഭക്തിയും ഒക്കെ നന്നായിട്ട് തോന്നിത്തുടങ്ങി. അതുപോലെ ആ മലയരയന്മാരുടെ നേതാവിനും ഇവനോടും കൊച്ചു പൗലോസിനോടും ഒരു മകനോട് തോന്നണ പോലെ ഒരു സ്നേഹവും അതുപോലെ ഒരു വാത്സല്യവും ഒക്കെ ഇങ്ങോട്ടും തോന്നിത്തുടങ്ങി. എന്നാലും കൊച്ചു പൗലോസിന് ഇനി ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ചാടിപ്പോകണം, രക്ഷപ്പെടണം എന്നുള്ള ഒരു വിചാരം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ശമ്മാശന് ഈ വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ ആ നേതാവിനും ഈ എല്ലാ വിദ്യയും പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ നേതാവിനും തോന്നി ഇനി ഇവൻ ഇവിടെ നിന്ന് നമ്മളെ പറ്റിച്ച് ചാടിപ്പോയേക്കും എന്നുള്ളൊരു വിചാരം ആ നേതാവിനും ഉണ്ടാവാതിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അരയൻ എന്ത് ചെയ്തു? ശമ്മാശനെ സദാ നിരീക്ഷിക്കാൻ കാവൽക്കാരെ ഏർപ്പെടുത്തി, പറഞ്ഞ് ചട്ടം കെട്ടി. അവർ രാവും പകലും ഒരുപോലെ ആ ഗുഹയുടെ കവാടത്തിൽ അങ്ങനെ കാവൽ നിന്നു. കാവൽക്കാർ പ്രത്യേകം ഇവനെ മാത്രം നോക്കാൻ വേണ്ടി കാവൽക്കാരെ ചട്ടം കെട്ടി. ഈ നേതാവ് അവർ ഒരു കണ്ണിമ പൂട്ടാതെ കാവൽ നിന്നു. പറഞ്ഞ അക്ഷരം പ്രതി അവർ കേൾക്കും. അങ്ങനെയാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ശമ്മാശനെ ഇങ്ങനെ വിളിക്കുമത്രേ അവർ. അപ്പോഴൊക്കെ ശമ്മാശൻ വിളി കേൾക്കണം ആയിരുന്നു അവരുടെ ഒരു നിയമം. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ശമ്മാശന് അവിടുന്ന് ഒരു വിധത്തിലും ഇറങ്ങി ഓടിപ്പോരാൻ നിവൃത്തിയില്ലാണ്ടായി. ഒരു മോഹം സാധിക്കണില്ല. എന്തെല്ലാം മനോരാജ്യം അങ്ങനെ കണ്ടിരിക്കും. എന്തെല്ലാം ഏർപ്പാടുണ്ടെങ്കിലും ഈ കാവൽക്കാരെയൊക്കെ മയക്കിക്കിടത്തി, ആ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് മയക്കിക്കിടത്തി ശമ്മാശന് വേണമെങ്കിൽ ഒളിച്ചോടി വെളിയിൽ ചാടി പോരാൻ പറ്റുമായിരുന്നു. അവന് അതറിയായിരുന്നു. എന്നാലും അതൊക്കെ പഠിപ്പിച്ച് ആ ഗുരുനാഥനെ വഞ്ചിക്കണത് ഒരു ശരിയല്ല എന്നുള്ളൊരു തോന്നൽ വന്നു. അതുകൊണ്ടാണ് പ്രശ്നമായത്. ആ ഗുരുനാഥനെ, ഇതെല്ലാം പഠിപ്പിച്ച ഗുരുനാഥനെ ആ പഠിപ്പിച്ച വിദ്യ ഉപയോഗിച്ച് തന്നെ വഞ്ചിക്കാൻ അവന് മനസ്സ് വന്നില്ല. അതാണ് പ്രശ്നം.
എങ്ങനെയെങ്കിലും പോകണം, പുറത്ത് ചാടണം എന്നുള്ള ഒരു വിചാരവും ഈ ഗുരുനാഥനെ വഞ്ചിക്കാൻ വയ്യ എന്നുള്ള വിചാരവും കൂടി ആകെ കുഴങ്ങി. അങ്ങനെ അവന് ഭക്ഷണം കഴിക്കാനും തോന്നാതെയായി, ഉറക്കവും ഇല്ലാണ്ടായി. ഊണും ഉറക്കവും ഇല്ലാതെ ഒരു വിഷാദമൂകനായിട്ട് ഇങ്ങനെ ഒരു മുക്കിൽ ഒരു മൂലയ്ക്ക് അങ്ങനെ ഇരിക്കും. വർത്തമാനവും ഒക്കെ കുറഞ്ഞു. എന്താ നമ്മൾ ഒരു ദമയന്തിയുടെ കഥയിൽ കേട്ടിട്ടില്ലേ? ഊണിന്നാസ്ഥ കുറഞ്ഞു നിദ്ര നിശയിങ്കൽ പോലുമില്ലാതെയായി വേണുന്നോരോടൊരാഭിമുഖ്യം ഇല്ലാണ്ട് ആയി ദമയന്തിക്ക് എന്ന് നമ്മൾ ആ ശ്ലോകം കേട്ടിട്ടില്ലേ? അതുപോലെയായി ഷമ്മാശൻ്റെ കാര്യം. ഊണുമില്ല, ഉറക്കവുമില്ല, മിണ്ടാട്ടവും ഇല്ല. അങ്ങനെ കുറച്ച് ദിവസം ഇവനെ ഇങ്ങനെ കണ്ടപ്പോൾ ഈ നേതാവ് ഒരു ദിവസം അവനെ അടുത്ത് വിളിച്ചു ചോദിച്ചു, നിനക്കെന്താ ഈയിട വലിയൊരു വിഷമമുള്ളതുപോലെ ഇങ്ങനെ ഇരിക്കണേ? നീ സത്യം പറയണം എന്നോട്. നിനക്ക് ഇവിടുന്ന് ഇറങ്ങി പോകണം എന്നുണ്ടോ, ഇവിടുന്ന് പുറത്ത് പോകണം എന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഷമ്മാശൻ മനസ്സിലുള്ളത് അങ്ങ് പറഞ്ഞു. എനിക്ക് അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ അവിടുന്ന് അനുവദിക്കില്ലല്ലോ. അവിടുന്ന് അനുവദിക്കാത്തിടത്തോളം കാലം എനിക്ക് പോകാനും പറ്റില്ല. പിന്നെ അങ്ങേ വിട്ടുപിരിയുന്ന കാര്യം എനിക്ക് വലിയ സങ്കടവുമാണ്. എന്നാലും എന്നെ അനാഥനായ എന്നെ എടുത്ത് വളർത്തി വലുതാക്കി എന്നെ രക്ഷിച്ച ആ വാത്സല്യത്തോടെ എന്നെ രക്ഷിച്ച ആ ഒരു വികാരി അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. ഈ രണ്ട് വിചാരം എനിക്ക് ഇവിടെ അങ്ങേ വഞ്ചിച്ചിട്ട് പോകാനും വയ്യ, അദ്ദേഹത്തെ കാണണം എന്നുള്ളൊരു മോഹവും, ഇത് രണ്ട് വിചാരവും കൂടിയാണ് എനിക്ക് മനസ്സിനാകെ ഒരു സുഖമില്ല എന്ന് പറഞ്ഞു. ഇനി അവിടുന്ന് കൽപ്പിക്കണ പോലെ എന്ന് പറഞ്ഞു ഷമ്മാശൻ. അപ്പോൾ ആ മലയരയന് സന്തോഷമായി. നീ സത്യം പറഞ്ഞു, അത് എനിക്കൊരുപാട് സന്തോഷമായി. നിന്നെ വിട്ടുപിരിയണ കാര്യം ഓർക്കുമ്പോൾ എനിക്കും വിഷമാണ്. നീ ഇവിടുന്ന് പോവുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷമാണ്. പിന്നെ നിനക്കും ആ ഒരു വിഷമമുണ്ടല്ലോ. പിന്നെ ഇവിടെ വരുന്നവരെ വിട്ടയക്കുന്നൊരു പതിവ് ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ സ്വമനസാലെ നിന്നെ അങ്ങ് വിട്ടയച്ചാൽ ഒരു സ്ഥിരചിത്തനല്ല എന്ന് ഇവിടെയുള്ളൊരു തോന്നില്ലേ? അവിടെ വേറെയും ഇതുപോലെ പിടിച്ചിട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും പോകണം എന്നും തോന്നും. അവരെ പറഞ്ഞയക്കാതെ നിന്നെ പറഞ്ഞയച്ചാൽ അത് ഇവിടെ നടക്കണ ചട്ടവിരുദ്ധ പരിപാടി ആവില്ലേ എന്ന് നേതാവ് അവനോട് ചോദിച്ചു. എന്നാലും നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് നിൻ്റെ മനസ്സുപോലെ അങ്ങ് ചെയ്തോ, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ ഇവിടെ ഇരുന്നോളാം. നിനക്ക് നമ്മുടെ കാവൽക്കാരറിയാതെ അവരെ കബളിപ്പിച്ച് ഇറങ്ങിപ്പോവാൻ സാമർഥ്യം ഉണ്ടെങ്കിൽ നീ പൊക്കോ. നിനക്ക് നിൻ്റെ ആദ്യത്തെ രക്ഷിതാവിനെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ, ആ ഇത്രയും കാലം കഴിഞ്ഞിട്ട് നിനക്ക് അദ്ദേഹത്തെ കാണാനുള്ള അതിയായ മോഹം ഉണ്ടല്ലോ. അതുകൊണ്ട് കുറേ കാലം കഴിഞ്ഞാലും ഇവിടുന്ന് പോയാലും നീ എന്നെയും മറക്കില്ല എന്ന് എനിക്ക് വിശ്വാസമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഷമ്മാശൻ പറഞ്ഞു, എൻ്റെ ജീവനുള്ള കാലത്ത് ഞാൻ അങ്ങേ മറക്കില്ല. അവിടത്തെക്കുറിച്ച് എനിക്ക് അത്രയും ഭക്തിയും ബഹുമാനവും ഒക്കെ ഉണ്ട്, അതിനൊന്നും ഒരു കുറവും വരില്ല, മറക്കൂല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മലയരയൻ പറഞ്ഞു, എന്നാൽ നീ ഇവിടുന്ന് പുറത്തു പോയാൽ എന്നെക്കുറിച്ചും അതുപോലെ ഈ സ്ഥലത്തെക്കുറിച്ചും ആരോടും ഒന്നും പറയരുത്, അത് നീ സത്യം ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സത്യം ചെയ്തു ഷമ്മാശൻ, സന്തോഷത്തോടെ സത്യം ചെയ്തു. എന്നിട്ട് ആ ഗുരുവിനെയൊക്കെ വന്ദിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി അന്ന് രാത്രിയിൽ തന്നെ ചില വിദ്യയൊക്കെ പ്രയോഗിച്ചു. കാവൽക്കാരെയൊക്കെ ബോധം കെടുത്തിയിട്ട് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ പ്ലാനായി. അങ്ങനെ ചെയ്തു. അപ്പോൾ അവിടെ ചെന്ന അന്ന് അഴിച്ചു വെച്ച വസ്ത്രങ്ങളും കൂടി പാടില്ല എന്നാണ് അവരന്ന് പറഞ്ഞിരുന്നത്, ഒക്കെ അഴിച്ചു കളയണം. അപ്പോൾ അന്ന് അഴിച്ചു വെച്ച വസ്ത്രവും ഉണ്ട് അവിടെ ഇരിക്കണം, അതൊക്കെ എടുത്തിട്ടു. അതൊക്കെ ഇപ്പോൾ ഈ 12 കൊല്ലം കഴിഞ്ഞ സമയത്ത് ഷമ്മാശന് പാകാവോ എന്നുള്ള
ഒരു സംശയമുണ്ട്. എന്നാലും അതൊക്കെ എടുത്തിട്ടു. ഒരു തൊപ്പി ഉണ്ടായിരുന്നു, അതും ഇട്ടു. അതൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി. അങ്ങനെ അന്നത്തെ ആ പണ്ട് കാണാതാവുമ്പോൾ ആ വേഷത്തിൽ തന്നെയാണ് ഷമ്മാശൻ പുറത്തിറങ്ങിയത്. അങ്ങനെ നടന്നു. നല്ല നിലാവുണ്ടായിരുന്നു. രാത്രിയാണല്ലോ, നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. കുറേ നടന്നപ്പോൾ ആ പെരുങ്കാടാണേ. അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ വഴികളൊക്കെ കണ്ടു. പക്ഷേ ഈ കടമറ്റത്തേക്കുള്ള വഴി ഏതാണ് എന്ന് അറിയാൻ ഒരു വഴിയില്ലായിരുന്നു. എവിടെയെങ്കിലും ചെല്ലട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് നടന്നു. ഏതോ ഒരു വഴി കൂടി എവിടെ എത്തിയാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നടന്നു. ഏതെങ്കിലും മനുഷ്യരുള്ള ആൾതാമസമുള്ള സ്ഥലത്ത് എത്തിയാൽ അവരോട് ചോദിച്ച് പിന്നെ മനസ്സിലാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് നടന്നു. കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു. ഈ ബോധം കെടുത്തി ഇട്ടവർ പുറകെ വരുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. ബോധം കെടുത്തി ഇടുമ്പോൾ അതിനൊരു സമയം കൊടുത്തിട്ടാണ് ബോധം കെടുത്തുക. ഇത്ര സമയം കഴിഞ്ഞാൽ അവർ ഉണരും. 3:45 നാഴികയാണ് ബോധം കെടുത്ത് കിടക്കുക. 3:45 നാഴിക കഴിഞ്ഞാൽ അവരുണരും. അപ്പോൾ കൊച്ചു പൗലോസിനെ കണ്ടില്ലെങ്കിൽ അവർ പുറകെ വരും. ആ ഒരു പേടി കൊച്ചു പൗലോസിന് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല സ്പീഡിൽ അങ്ങോട്ട് നടന്നു. കുറേ നേരം വെളുക്കാറായപ്പോൾ കുറച്ച് മനുഷ്യസഞ്ചാരമുള്ള ഒരു ദിക്കിലെത്തി. അപ്പോൾ കുറച്ച് സമാധാനമായി. എന്നാലും മുഴുവൻ പേടിയും വിട്ടു മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഗത്തിൽ തന്നെ അങ്ങോട്ട് നടന്നു. അങ്ങനെ 5-8 നാഴിക അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ വല്ലാതെ ക്ഷീണമായി. വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ ആയിട്ട് വയ്യാന്ന് തോന്നി. അപ്പോൾ അവിടെ അടുത്തുള്ള അവന് ആ റോഡ് സൈഡിൽ തന്നെ ഒരു ചെറിയൊരു വീട് കണ്ടു. ആ വീട്ടിൽ കയറി ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വൃദ്ധയായ ഒരു വയസ്സായ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീയോട് ചോദിച്ചു, വല്യമ്മേ, എനിക്ക് ഭയങ്കര വിശപ്പ് ദാഹവും ഒക്കെ ഉണ്ട്, എനിക്ക് കുറച്ച് കഞ്ഞി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വല്യമ്മ പറഞ്ഞു, എൻ്റെ മകനെ അരിയില്ലാഞ്ഞിട്ട് ഇന്നലെ തന്നെ ഞാനിവിടെ കഞ്ഞി വെച്ചിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ നിനക്ക് കഞ്ഞി തരുന്നേ? ഇനി വല്ലയിടത്തും പോയി അരി മേടിച്ചു കൊണ്ട് വന്നിട്ട് വേണം കഞ്ഞി വയ്ക്കാൻ. അതുവരെ നീ ഇവിടെ ഇരിക്കുമെന്നാൽ ഞാൻ ഉള്ളതിൽ പങ്ക് തരാം എന്ന് പറഞ്ഞു. ഷമ്മാശൻ അപ്പോൾ പറഞ്ഞു, ഇവിടെ 1 മണി അരിയെങ്കിലും എടുക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മണിയോ 1 മുറി അരിമണിയോ ഒക്കെ കിട്ടിയിട്ടുണ്ടാകാൻ കാര്യം, എൻ്റെ വട്ടി തട്ടി കുടഞ്ഞാൽ 1 മണി അരിയൊക്കെ കിട്ടുമായിരിക്കും, അതുകൊണ്ട് എന്ത് കാണിക്കാനാ എന്ന് ചോദിച്ചു. അപ്പം ഷമ്മാശൻ പറഞ്ഞു, 1 മണി അരിയെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു കൊണ്ടുവരൂ, നമുക്ക് വല്ലതും കൗശലം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കൗശലക്കാരനാണല്ലോ. അപ്പോൾ ആ വയസ്സായ സ്ത്രീ, എൻ്റെ മകനെ നിനക്ക് പിച്ചുണ്ടോ? എന്നാലും ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അകത്ത് പോയി അരിയുടെ വട്ടി തട്ടിക്കുടഞ്ഞ് നോക്കുമ്പോൾ ഒരു പൊടി അരി കിട്ടി. അപ്പോൾ അത് ഷമ്മാശൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഉടനെ ഷമ്മാശൻ പറഞ്ഞു, ഇനി വല്യമ്മ പോയിട്ടേ വെള്ളം കോരി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കൂ എന്ന് പറഞ്ഞു. ഇത് ഈ വയസ്സായ സ്ത്രീക്ക് തോന്നി ഇതെന്തോ ഭ്രാന്താണ് എന്ന് തോന്നി. എന്നാലും ഇയാൾ പറഞ്ഞ പോലെ ചെയ്യാം, എന്താ കാണിക്കണേന്ന് നോക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം കോരി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് വെള്ളം തിളപ്പിച്ചു. അപ്പോൾ ഷമ്മാശൻ എന്ത് ചെയ്തു, ആ 1 മണി അരി ആ തിളച്ച വെള്ളത്തിൽ അങ്ങോട്ടിട്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് അരി അങ്ങനെ തിളച്ച് ആ പാത്രം നിറച്ച് കഞ്ഞി ഉണ്ടായി. നിറയെ ചോറും വെള്ളവും കഞ്ഞിയായിട്ട് ഒരു പാത്രം നിറച്ച് കഞ്ഞി. അത് കണ്ടപ്പോൾ ആ സ്ത്രീക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി. ഉടനെ അവർ ഒരു സൂത്രത്തിലൊരു പുഴുക്കൊക്കെ ഉണ്ടാക്കി 2 പേരും കൂടി കഞ്ഞി കുടിച്ചു. പിന്നെ അവർ 2 പേരും നിറച്ച് കഞ്ഞി കുടിച്ചു. എന്നിട്ടും പാത്രത്തിൽ അരപ്പാത്രം കഞ്ഞി ബാക്കിയുണ്ടായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഈ ഷമ്മാശൻ മലയരയൻ്റെ അവിടുന്ന് പോന്നിട്ട്, മലയരയൻ അവിടുന്ന് ആദ്യം പ്രയോഗിച്ചത് ആ കാവൽക്കാരെ ബോധം കെടുത്തലാണ്. അത് ആദ്യത്തെ പ്രയോഗം. ഇതിപ്പോൾ 2ാമത്തെ പ്രയോഗമാണ് കഞ്ഞി ഉണ്ടാക്കിയത് അല്ലേ.
അങ്ങനെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞപ്പം ഈ വയസ്സായ സ്ത്രീയോട് ഷമ്മാശൻ ചോദിച്ചു, ഇവിടുന്ന് കടമറ്റം പള്ളിയിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഒരു 4 നാഴിക കാണും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് ഷമ്മാശൻ അവിടെ തന്നെ കുറച്ച് നേരം വിശ്രമിക്കാം എന്ന് വിചാരിച്ച് അവിടെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഉണർന്നെണീറ്റിട്ട് പതുക്കെ അവിടുന്ന് എണീറ്റ് നടന്നു. സ്ത്രീയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോയി. വഴിക്ക് കണ്ടവരോടൊക്കെ വഴി ചോദിച്ച് അങ്ങനെ പോയി. അപ്പോൾ അവസാനം പണ്ടത്തെ ആ വാസസ്ഥലത്തെത്തി. വൈകുന്നേരമായപ്പോൾ അവൻ പണ്ട് താമസിച്ചിരുന്ന ആ കത്തനാരുടെ വീട്ടിൽ എത്തി. അതിന് ശേഷം എന്താ ഉണ്ടായത് എന്നുള്ളത് അടുത്ത ഭാഗത്ത് പറയാം. ഇപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.